വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി അമ്പലത്തറ കേശവ്ജി സ്മാരക പൊതുജന വായനശാലയിൽ വായനാ സദസ്സ് സംഘടിപ്പിച്ചു. പി.എൻ. പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാനും പി.എൻ. പണിക്കരുടെ മകനുമായ എൻ. ബാലഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. വായനയിലൂടെ ലഭ്യമാകുന്ന അറിവിന്റെ സ്വാംശീകരണത്തിലൂടെ ഓരോ വ്യക്തിയും ഉത്പാദന പ്രക്രിയയുടെ ഭാഗമായാൽ മാത്രമേ രാഷ്ട്രപുരോഗതി കൈവരിക്കാനാവുകയുള്ളൂവെന്ന് പി.എൻ. പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാനും പി.എൻ. പണിക്കരുടെ മകനുമായ എൻ. ബാലഗോപാലൻ അഭിപ്രായപ്പെട്ടു. ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രയോഗവൽക്കരണത്തിലൂടെയാണ് ചൈന വ്യാവസായികമായും സാമ്പത്തികമായും മുന്നേറിയതെന്നും സ്വയം സംരംഭകത്വത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി അമ്പലത്തറ കേശവ്ജി സ്മാരക പൊതുജന വായനശാലയിൽ നടന്ന വായന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ലൈബ്രറിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ലൈബ്രറിയിൽ ഇരുന്നുകൊണ്ട് ലോകത്തിലെ വിജ്ഞാനത്തിന്റെ എല്ലാം നമുക്ക് ലഭിക്കുന്നു. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ടെക്നോളജിക്കൽ ചേഞ്ചസ് വരുന്നു. നാം ചന്ദ്രനിൽ പോയി, നാം സൂര്യനിൽ പോകുന്നു. ഇവിടെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നവീനങ്ങളായ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഈ ലോക നിലവാരത്തിൽ പോകുന്നു. അപ്പോൾ അതിനൊക്കെ വേദിയൊരുക്കുന്നത് ഈ ഗ്രാമീണ ഗ്രന്ഥശാല, ഈ ഗ്രാമത്തിലുള്ള ഗ്രന്ഥശാല. ഇവിടുത്തെ സാധാരണക്കാരന് പട്ടിണിപ്പാവങ്ങൾക്ക് അറിവ് നൽകുന്ന ഈ ഗ്രന്ഥശാല, അതോടൊപ്പം ഗ്രാമീണ ഗ്രന്ഥശാല എന്നാ പറയും, ഗ്രാമീണ സർവകലാശാലയാണ്. ഇവിടെ നിന്ന് നമുക്കെല്ലാം പഠിക്കാം. കാൻഫെഡ് ജില്ലാ ചെയർമാൻ പ്രൊഫസർ കെ.പി. ജയരാജൻ പി.എൻ. പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വായനശാല വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ. കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗം ടി. തമ്പാൻ, കെ.വി. രാഘവൻ മാസ്റ്റർ, കാവുങ്കാൽ നാരായണൻ മാസ്റ്റർ, കാൻഫെഡ് ജില്ലാ സെക്രട്ടറി സി. സുകുമാരൻ, സി. പി. വി. വിനോദ് കുമാർ, ക്യാപ്റ്റൻ രാജീവ് നായർ, വിജയലക്ഷ്മി നീലീശ്വരം, ഭരതൻ പള്ളഞ്ചി എന്നിവർ സംസാരിച്ചു. അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി അംഗങ്ങളായ കുട്ടികളുമായുള്ള മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി നടത്തി. വാർത്തവായനയിൽ 4 വർഷം പൂർത്തീകരിച്ച വേദിക എം. ജി വായനാ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ കത്തെഴുത്ത്, പക്ഷി നിരീക്ഷണം, പുസ്തകാസ്വാദന പരിപാടികളിൽ പങ്കെടുത്ത കുട്ടികൾക്കുമുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. പി. വി. ജയരാജ് സ്വാഗതവും ഗോപി മുളവന്നൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.